ഇന്ന് സംസാരിക്കുന്നത് കുളി എന്ന വിഷയത്തെ. ഈ വിഷയങ്ങളൊക്കെ ചിന്തയിലേക്ക് വരുന്നത് നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഇപ്പൊ കുളിക്കാറുണ്ടോ? കുളി അനുഭവിച്ചവർക്കാണ് അതിന്റെ ഉത്തരം പറയാൻ കഴിയുള്ളൂ. അത് കുളിക്കണ്ടല്ലോ, കുളിമുറി കയറി കുളിച്ചു. ഈയിടെ പഴയ വടക്കമ്പാട്ട് സിനിമകളിലൊക്കെ ഏറ്റവും നല്ല ഫലിതം ആദ്യം ഒരു ടെൻഷനുള്ള ഒരു ഇഷ്യൂ എന്താന്ന് പറയും. അപ്പൊ സിനിമയുടെ കഥ എന്താണെന്ന് മനസ്സിലായി, രണ്ട് തറവാട്ടുകാർ തമ്മിലുള്ള പോരാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് നായികയെ ഇൻട്രഡ്യൂസ് ചെയ്യും. സ്ഥിരമായിട്ടുള്ള നായികമാരെ അറിയാം, ഷീലയും ജയഭാരതിയും വിജയശ്രീയൊക്കെ. അവരും തോഴിമാരും കൂടി കുളിക്കാൻ പോക്കാണ്. ആ കുളി ഒരു പ്രത്യേക തരം കുളിക്കാൻ പോക്കാം. തങ്കപ്പവൻ കിണ്ണം എന്നൊക്കെ പറഞ്ഞുള്ള താളമാടി എന്ന് പറഞ്ഞ പാട്ടും പാടും. പെട്ടെന്ന് വിചാരിക്കും ഇങ്ങനെ ഒരു കുളിക്കാൻ പോക്കുണ്ടാവും. ഇങ്ങനെ ഒരു കുളിക്കാൻ പോക്കാ തോഴിമാരുടെ കൂടെ. തോഴിമാരൊക്കെ മുടി ഇങ്ങനെ ചെതറിയൊന്നും ഇടും, അങ്ങനത്തെ ഡ്രസ്സായിരിക്കും, മുലക്കച്ച കെട്ടിയിട്ടായിരിക്കും, പാട്ട് പാടി കുളിക്കാൻ പോകും. ഇപ്പൊ കാണുമ്പോ അതൊക്കെ ഇങ്ങനെ തോന്നിയിരുന്നാലും കുളിയെ ഏറ്റവും വിനോദമാക്കിയ ഒരു തലമുറ ഉണ്ടായിരുന്നു. ഭാരതപ്പുഴയിലേക്ക് ഇങ്ങനെ കുളിക്കാൻ പോയിരുന്നവരുണ്ട്. ഭാരതപ്പുഴയിൽ നിറവെള്ളം. പുഴ തീരത്തുള്ളൊരു ഗ്രാമമാണ് കിഴായൂർ ഗ്രാമം. അവിടുത്തെ സ്ത്രീകള് സംഘമായിട്ട്, ഇതേമാതിരി പാട്ടൊന്നും പാടിയില്ലെങ്കിലും, ആ റെയിൽവേ ലൈൻ മുറിച്ച് കിടന്ന്, ഇപ്പൊ പറ്റില്ല, ഡബിൾ ലൈൻ വന്നു, പുഴയിൽ പോയി അസ്തമയത്തിന് ശേഷമാണ് എല്ലാവരും മടങ്ങി വരിക. ഞാൻ സുഹൃത്തുക്കളുടെ കൂടെ പോവും, ട്രൗസറാണ് വസ്ത്രം. അത് കഴിഞ്ഞിട്ട് മണൽ തീരത്ത് കുറച്ചു നേരം ഇരിക്കും. പ്രായം കുറഞ്ഞ തീരെ ചെറിയ കുട്ടികൾ വെള്ളത്തിൽ തന്നെയാവും. വളരെ നേരം വെള്ളത്തിൽ കിടന്ന് തുടിക്കും. ഇതാണ് കുളി. ഒഴുകി വരുന്ന വെള്ളമാണ്. ഒഴുക്കിൽ മാലിന്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് വെക്കുക. അതും കഴിഞ്ഞില്ല. കുളി എന്നുള്ള വാക്ക് എങ്ങനെയാ വന്ന്? ആ വാക്ക് വരാൻ കാരണം ഉണ്ടാവുമല്ലോ. കുളിക്കുന്നത് ശരീരത്തിൽ അഴുക്ക് പോകാനല്ല. അഴുക്ക് പോകുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമല്ല കുളിക്ക്. പഞ്ചഭൂതാത്മകമായിട്ടുള്ള പ്രകൃതി, പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച ശരീരം, ഈ പശ്ചാത്തലവും നമ്മുടെ ശരീരവുമായിട്ട് ഇണക്കിച്ചേർക്കലാണ്. എന്നിലെ ഭൂമി തത്വം, എന്നിലെ ജലതത്വം, എന്റെ പശ്ചാത്തലത്തിലെ ജലതത്വം ആയിട്ട് ഇണക്കിച്ചേർക്കണം. എന്നിലെ അഗ്നിതത്വം പശ്ചാത്തലത്തിന്റെ ടെമ്പറേച്ചറുമായിട്ട് മാച്ചാക്കണം. അതുകൊണ്ടാണ് ശവസംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 4-5 തവണ വെള്ളത്തിൽ മുങ്ങേണ്ടി വരും. കാരണം ഒരു പറയും പോയിട്ട് കുളിച്ചു വരിക, അപ്പൊ കുളിച്ചേ ഉള്ളൂ, മേല് തെളിയൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിന്റെ വിക്ഷേപം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കാരണവരാണ് മരിച്ചെന്ന് ഉടനെ മനസ്സിന് ടെൻഷൻ വരുമ്പോൾ ഉടനെ കുളിക്കണം, ഒഴുക്കുള്ള ജലത്തിൽ. ഇതാണ് കുളി. അപ്പൊ സംഭവിച്ചു എന്താണ്? കുളിർമ. ആ കുളിർമയാണ് നാം കുളി
എന്ന് വിളിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുളിക്കണം നല്ലതാണ്. പക്ഷെ ഇന്ന് വെള്ളത്തിലിറങ്ങി കുളിയില്ല, കുളിമുറിയിലാണ് കുളിക്കണം. ഞാനും കുളിമുറിയിലാണ് കുളിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ചൂടുവെള്ളത്ത് കുളിക്കുമ്പോൾ എന്നെ കുളിയെന്ന് വിളിക്കരുത്. കാരണം കുളിർമയല്ലല്ലോ. കഴിയുന്നത് തണുത്ത വെള്ളത്തിൽ വേണം കുളിക്കാൻ. അപ്പോഴേ ഈ കാര്യം നടക്കുള്ളൂ. ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ സംഭവിക്കുന്നത്, തണുത്ത വെള്ളത്തിൽ കുളിച്ചിങ്ങോട്ട് മാറുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിനേക്കാൾ കുറച്ച് കൂടുതലാണ്. അപ്പൊ കുളിക്കുമ്പോൾ ഒരു തണുപ്പൊക്കെ ഉണ്ടെങ്കിലും കുളി കഴിഞ്ഞാൽ ഈ ചൂട് ഇങ്ങോട്ട് കയറി വരും. കാരണം പുറത്തെ ടെമ്പറേച്ചർ, ബോഡി തണുത്തിരിക്കുകയാണ്, പുറത്തെ ടെമ്പറേച്ചർ ഇതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ചൂട് ഇങ്ങോട്ട് കൂടി വരും, സുഖമാണ്. ചൂടുവെള്ളത്തിൽ കുളിച്ചാലോ പുറത്ത് ഇതിനെ അപേക്ഷിച്ച് തണുപ്പാണ്. ചൂടുവെള്ളത്തിൽ കുളി എന്നൊരു വാക്കില്ല. കാരണം ചൂടുവെള്ളത്തിൽ എങ്ങനെ കുളിക്കുക? കുളിർമയാണ് കുളി. കുളിർമ ഉണ്ടാകണം. ആ കുളിർമ ഉണ്ടാകാനാണ് കുളിക്കുന്നത്. എ സി റൂമിലിരിക്കുകയും എ സി കാറിൽ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ വല്ലാതെ ശരീരത്തിൽ പൊടിയും അഴുക്കൊന്നും വരില്ല. പക്ഷെ കുളിക്കണം. കുളിക്കുന്നത് ഈ ടെമ്പറേച്ചറിന്റെ വ്യതിയാനം മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? അനാദിയായ ആ സ്രോതസ്സിന്റെ ഒരു ഭാഗമായിട്ട് മാറി. അനാദിയായിട്ടുള്ള പ്രപഞ്ച തേജസ്സിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ചുറ്റുമുള്ള പഞ്ചഭൂതങ്ങൾ. വെള്ളത്തിൽ മുങ്ങി നിവർന്ന ഉടനെ നമ്മൾ ഇതിന്റെ ഒരു ഭാഗമായി. ഇതിന്റെ ഒരു ഭാഗമാവുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ശരീരത്തിലേക്ക് ആദ്യം കയറുന്നത് നെഗറ്റീവ് ശക്തികളാണ്. നെഗറ്റീവ് ആദ്യം കയറും കുളി കഴിഞ്ഞ ഉടനെ. അത് കയറുമെന്നുള്ള തീർച്ചയാണ്. അതിന് ഇവിടെ നിലനിൽപ്പുണ്ട്. നിലനിൽപ്പ് ഉണ്ടായതുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലേക്ക് കയറുന്നതിന് മുമ്പ് കിം പുരുഷൻ എന്ന് കൊണ്ടൊരു വലിയൊരു അമ്പളം വെച്ചിട്ടുണ്ടാവും. നാക്കൊക്കെ നീട്ടി അതിവിടെ ഉണ്ടാവും. അതിനെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും, അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ആദ്യം നെഗറ്റീവ് കയറും. അപ്പം എന്ത് ചെയ്യും? ശരീരം എവിടെ തുടയ്ക്കുന്നോ അവിടെയാണ് വരിക. അപ്പൊ എന്ത് ചോദിച്ചാൽ കാരണവന്മാര് പറയും, കുളി കഴിഞ്ഞാൽ തോർത്തെടുത്തിട്ട് നനച്ച് മുതുക് തുടക്കണം ആദ്യം എന്ന് പറയും. അപ്പൊ മുതുകത്തായിക്കോട്ടെ. ഒരു ഇന്റർവ്യൂവിന് പോയാൽ കാണുന്ന മുഖമാണല്ലോ. എൻ്റെ മുഖമല്ലേ നിങ്ങൾ കണ്ട്, പിറകിലല്ലോ. ഓൻ അവിടെ ഇരുന്നോട്ടെ, ഓനെ ആദരിച്ചു. തോർത്തുകൊണ്ട് മുതുകൊന്ന്, നനഞ്ഞ തോർത്തായിരിക്കണം, മുതുകൊന്ന് തുടച്ചു. ആ മുതുകൊന്ന് തുടച്ചിട്ട് പിന്നീടുള്ള തോർത്തുകൊണ്ട് തല ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാൻ പ്രകൃതി ചികിത്സയുടെ കൂടി ആരാധകനായതുകൊണ്ട് ഞാൻ ശരീരത്തിൽ വന്ന വെള്ളം ഈ തോർത്തുകൊണ്ട് മുതുകൊന്ന് തുടയ്ക്കും, ഈ തത്വം വെച്ച്. ബാക്കി വെള്ളം തുടയ്ക്കാറില്ല. അപ്പൊ ഒരു സംശയം വരും, മേലെ കുളി കഴിഞ്ഞാൽ തുടയ്ക്കണ്ടേ, പിന്നെ അവിടെ മുഴുവൻ വെള്ളമാവില്ലേ? ബോഡിക്ക് വിവരറിയാം. കണ്ണാടിന് മുമ്പ് പോയിട്ട് മുടി ചീന്തുകയാണ് ആദ്യം ചെയ്യുക. ആ മുടി ചീന്താൻ കാരണമുണ്ട്. മുടി ചീന്തണം, അത് മറ്റൊരു വിഷയം. മുടി ചീന്തൽ എന്ന വിഷയം. ഈ സമയത്ത് അവിടെ എത്തുമ്പോഴേക്കും ഒരു തുള്ളി വെള്ളവും ബോഡിയിൽ ഉണ്ടാവില്ല. ബോഡി അതിനെ പിടിച്ചെടുക്കും. അല്ലാതെ അങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുക സംഭവിക്കില്ല. ആദ്യത്തെ 2-3 ദിവസം ഉണ്ടാവും. ഇത് ശീലമാക്കിയവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ കുളി എന്ന് പറഞ്ഞാൽ വടക്കമ്പാട്ടുള്ള കുളി, തങ്കപ്പവൻ കിണ്ണം താളമിട്ടുന്നുള്ള പാട്ടും
ഒക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. ആ രീതിയിൽ കുളിക്കാൻ പോകണം, പോയവരുണ്ട്. കുളിക്ക് അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട്. ശരീരത്തിന് കുളിർമ ഉണ്ടാകണം. അതിന് പരമാവധി ചൂടുവെള്ളത്തിൽ കുളിച്ചത് തണുത്ത വെള്ളത്തെ ഉപയോഗിച്ച് ശീലിക്കണം. നിവൃത്തിയില്ലാത്തൊരു കാലം വരുമ്പോഴോ പ്രായം വരുമ്പോഴോ ഇത് ബാധകമല്ല. കുളി എന്ന് പറഞ്ഞാൽ കുളിർമയാണ്. കുളിയെക്കുറിച്ച് പല ആംഗിളിലും ഞാൻ മുമ്പേ സംസാരിച്ചിട്ടുണ്ട്. വേറെ ആംഗിളിൽ ഇനിയും സംസാരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.